എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാനൽ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ക്വീൻ ഓഫ് സോഡ്സ്, കിങ് ഓഫ് സോഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ടവർ മൊമെൻറ്റ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. വളരെ പോസിറ്റീവ് എനർജീസാണ്. ആദ്യം തന്നെ ക്ഷമ പറയാണ്, വയ്യായികയൊക്കെ ആയതുകൊണ്ടും പല തിരക്കുകൾ കൊണ്ട് വീഡിയോസ് വൈകി. പിന്നെ റീഡിങ്സിലേക്ക് കടക്കാം. ക്വീൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആരെ കൂടെ കൂട്ടണം, ആരെ മാറ്റി നിർത്തണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളെടുക്കുന്ന ഒരു സമയമാണ്. മെറ്റീരിയലിസ്റ്റിക്, അതായത് പണത്തിന് പിറകെയുള്ള ഒരു ഓട്ടം, അങ്ങനെ ഒരു രീതിയാണ് നിങ്ങളുടേതെങ്കിൽ പണത്തിന് പിറകെയുള്ള ഓട്ടം നിങ്ങൾ നിർത്തുന്നു എന്ന് വെച്ച് നിങ്ങൾ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന അവസരങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതല്ല. ഇതിൽ നിന്ന് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എന്താണ് ലാഭം എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറത്തേക്ക് ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്കും എത്രയൊരു സാറ്റിസ്ഫൈയിങ് ആണ്, എത്ര ഒരു സന്തോഷം തരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ഓക്കെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷം തരുന്ന കാര്യമാണോ എന്നുള്ളൊരു കാര്യം ആദ്യം ചിന്തിക്കും. അതിനുശേഷമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്ന് വെച്ച് നഷ്ടം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിനും കൂടി ഇഷ്ടമായിരിക്കണം. ഇഷ്ടമില്ലാത്ത സാമ്പത്തിക നേട്ടം ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് നിങ്ങൾ പാരൻസ് അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ പാരൻസിൻ്റെ ചിന്താഗതി എന്താണോ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച് തന്നിട്ടുള്ള, പറഞ്ഞു തന്നിട്ടുള്ള, കേട്ടിട്ടുള്ളത് അത് തന്നെയായിരിക്കും മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങളിപ്പോൾ എത്ര വയസ്സിലുള്ള ഒരാളാണെങ്കിലും 50 വയസ്സായാലും 40 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ആ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അതങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെയല്ല ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളത് അവർ പറഞ്ഞ രീതിയിലല്ല മറ്റു രീതിയിലാണെന്നുള്ളത് ചിന്തിക്കാനായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള ആ കാര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ അന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടവും സാഹചര്യവും അനുസരിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാവും. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടോ നെഗറ്റീവായിട്ടോ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചിട്ടും മാറുന്നൊരു സ്വഭാവം എന്നുള്ള രീതിയിലേക്ക് പറയാം. അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ത്രൂ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കൃഷി പോലുള്ള കാര്യങ്ങൾ, പല ട്രേഡിങ് കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് കാര്യങ്ങളാവാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചിട്ട് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, വളരെ ഇൻ്റലിജൻ്റായിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന തരത്തിൽ ആ രീതിയിൽ തന്നെയാണ് മറ്റുള്ളവരും നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻ്റലിജൻസും നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് സെറ്റും ക്ലാരിറ്റിയോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഒരു ട്രൂത്ത്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് ടൈം ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ എ വേ ദാറ്റ് ഈസ് ഓണസ്റ്റ് റാദർ ദാൻ മാനിപ്പുലേറ്റീവ്. അപ്പോൾ ഒരു വിസ്റ്റം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ മാറുന്നു. തീരുമാനങ്ങളൊക്കെ സ്വയം എടുക്കുന്നു. ജീവിതത്തിൽ ക്ലിയർ തിങ്കിങ് ഉണ്ടാകുന്നു, കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഓവർ കൺട്രോൾ ആരെയും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയിട്ടാണ്. അപ്പോൾ ചില സാഹചര്യം എവിടെയാണ് പുറകോട്ടേക്ക് ഒരടി മാറി നിൽക്കേണ്ടത് അവിടെ മാറി നിൽക്കുക തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതേസമയം മുന്നോട്ടേക്ക് പോയി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടടുത്ത് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അപ്പോൾ
എങ്ങനെ എവിടെ എന്ത് എന്നുള്ളത് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് ഒന്ന്. പിന്നെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഒത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പഠിക്കാൻ വേണ്ടി മാത്രം പുസ്തകം എടുക്കുന്ന, അതായത് പുസ്തകങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ കോളേജിൽ മാർക്ക് കിട്ടാൻ, എന്തായാലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പുസ്തകങ്ങൾ, അതായത് നമ്മൾ പഠിക്കുന്ന കോഴ്സ് കരിക്കുലത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന രീതിയല്ലാതെ പുസ്തകങ്ങളോട് കൂടുതൽ, അതായത് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വായിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതും ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ സമയം. ഈ ഒരു മാസം പ്രതീക്ഷിത ധനലാഭം, സാമ്പത്തിക നേട്ടം ഒത്തിരി നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ നഷ്ടങ്ങൾ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്തെ നിങ്ങൾ അറിയുകയോ നോക്കിക്കാണുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഒരു ബാലൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയുള്ളൊരു വരുമാനം, ഇപ്പോൾ നിങ്ങൾ സ്ഥിരതയുള്ള വരുമാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ജീവിക്കാം. നിങ്ങളൊരു ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റി, ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നിങ്ങളുടെ വരുമാനത്തിനുണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ പിന്നീട് മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വരുമാനം, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ചെയ്യാമെന്നുള്ളതും. ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ലഭിക്കുന്ന പണം മറ്റൊരു ഇതിടത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പല അവസരങ്ങൾ, ഇത് നിങ്ങൾ പണത്തിന് തേടി പോകുന്നതല്ല. എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു മാത്രം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വേറെ ആര് എന്തെങ്കിലും പറയുന്നുണ്ടാവും, നിങ്ങളതിനെക്കുറിച്ച് അറിയുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, വീണ്ടും പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊരു ബിസിനസ് മാൻ, ഒരു ബിസിനസ് വുമൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ചില കാര്യങ്ങളും പുതുക്കി പണിയേണ്ടതുണ്ട്. ഇത് നിങ്ങളൊരു ഫൗണ്ടേഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ജോലിയായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം. അങ്ങനെയല്ല, ലൈഫ് സ്റ്റൈലിൽ മൊത്തത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇത് വീണ്ടും പുനർസൃഷ്ടിക്കണം എന്നുള്ളൊരു ചിന്തയിലും നിങ്ങൾ പുതുക്കി പണിയാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജീവിത രീതിയും ശൈലിയും മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ സമയത്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസരം, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും ഇപ്പോൾ നമ്മൾ വീടിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ അതൊന്ന് പൊളിച്ച് പുതുക്കി പണിയണം എന്ന് തോന്നുമ്പോൾ അറ്റകുറ്റപ്പണി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. കാരണം അത് പൂർണ്ണമായിട്ടും മാറ്റി അത് പുതുക്കി പണിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനലാഭം ഉണ്ടാകുന്നത് പുതിയൊരു തുടക്കത്തിൽ നിന്ന് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതോ അങ്ങനെയുള്ള രീതിയിൽ നിന്നും ആവാം. അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല. നേരത്തെ പറഞ്ഞതുപോലെ പല വഴികളിലൂടെ ധനം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർലി ഗ്രീഡി, അതായത് അത്യാഗ്രഹം ആ ഒരു ഇതിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കാണിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ധനലാഭം എന്ന് പറയുന്നത് കൂടാതെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം, ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു സമയം, ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ഗുഡ് തിങ്സ്, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതും മനസ്സിൽ വയ്ക്കേണ്ടതും ഒക്കെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിരിക്കണം, നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി തീർച്ചയായിട്ടും പണം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കൂടുതലായിട്ട് ഈ ഒരു മാസം ധനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി ധനലാഭം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ആ ഒരു നല്ലൊരു വർക്ക്, ഡിറ്റർമിനേഷൻ, സെക്യൂരിറ്റി, സേഫ്റ്റി ഒക്കെ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് എന്തെങ്കിലും ഒരു സ്റ്റാഗ്നൻ്റ് എനർജി നിങ്ങളെ എന്തെങ്കിലും പുറകോട്ടേക്ക് വലിക്കുന്നു അഥവാ തോന്നിയാലും അവിടെ നിന്ന് പോകാതെ
അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഡ്രീം കം ട്രൂ എനർജിയാണ്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുക. സാധ്യതകൾ ഏറിയാണ് നല്ലൊരു ഹയർ പൊസിഷൻ, മാനേജർ ലെവൽ പൊസിഷനിലേക്ക് എത്താൻ. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാസം ശ്രമിച്ചാൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.